13 പാലത്താണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ വല്യമ്മൻ്റെ വീടുണ്ട് ഇവിടെ 13 പാലത്തെ പാടിയിൽ. ആ പാടിക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോണത്. ഇതൊക്കെ സ്വിച്ച് ബോർഡിൻ്റെ ഒക്കെ ബൈലറൊക്കെ ഞങ്ങൾ ഫുട്ബോളൊക്കെ കളി കഴിഞ്ഞിട്ട് ഇവിടെയാണ് കാലിങ്ങനെ കഴുകുന്ന തോട്. ഇത് സ്വാമിമാരാണ്. ഇവിടെ ചെറിയ അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. ഗേറ്റൊക്കെ രണ്ടര മാത്രം പൊളിഞ്ഞിരിക്കണം. ബെഡൊക്കെ അതായിട്ട് ശരിക്കും അങ്ങോട്ട് പോണ വഴി. അത് നേഴ്സറി കുട്ടികളെ പഠിപ്പിക്കണേ എന്താണ് അങ്കലവാടിയാണത്. ഇവിടെയൊക്കെ ഫുള്ളൊരു പൊന്ത പോലെ ഉണ്ടായ സ്ഥലമാണ്. അതാണ് സ്വാമിമാരം. ചെറുതൊരു പൂജയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. മറ്റേ ശരിക്കുള്ള മരം മേലെ നോക്കി നെട്ടതാ. അത് കൂടെ ആദ്യം അത് കൂടെ കുന്നിന്റെ പഴയ ഇല്ല. അതിപ്പോ ഈ പാടിക്കൊന്നും വലുതായിട്ട് പറ്റില്ലല്ലേ? വെള്ളം നല്ല കയറിക്കണോ? ഈ പാടികൾക്കൊന്നും വലുതായിട്ടൊന്നും ആയിട്ടില്ല. മേലത്തെ പാടികൾക്കാണ്. അച്ചോ സൂര്യൻ്റെ സൈക്കിൾ മേലുണ്ടല്ലോ. സൂര്യൻ്റെ സൈക്കിൾ മേലുണ്ട്. പിന്നെ സൂര്യ സൈക്കിൾ പാടി. ഇതാണ് ഇവിടെ കൊട്ടായികളൊക്കെ ഉണ്ടായത്. പാടീൻ്റെ ഉള്ളിലൊക്കെ എത്ര വെള്ളം കയറിക്കണമൊക്കെ. ചളി ഇവിടെയൊക്കെ നല്ല ചളിൻ്റെ അകത്തപ്പാ. ഇവിടെയൊക്കെ നല്ല ചളിയുണ്ട്. അപ്പുറത്തോട്ട് തന്നെ അല്ല തന്നെ ഇവിടെ നല്ലൊരു തിണ്ടാണ് ഉണ്ടായത്. ആ തിണ്ടൊക്കെ അടിച്ച് പോയിട്ടാണ് ഇപ്പോൾ പാടീൻ്റെ അങ്ങോട്ട് കയറിയിട്ടുള്ളത്. അവിടെ നിന്ന് മനസ്സിലാ ഇവിടെ പ്ലീസ് ഷെട്ടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കയറിയിട്ട്. ഇത് കൂടെ അപ്പുറത്ത് പോകാൻ പറ്റുമോ? ഫുള്ള് മരക്കേസ് അടിച്ച്. ഇവിടെ സൂര്യൻ സൈക്കിളൊന്നും പോയിട്ടില്ല. ഇതാരും വെട്ടിയേക്കണല്ലോ. തൊടിയിൽ നോക്കാം. അപ്പോൾ ഞങ്ങളുടെ തൊടിയിൽ നിന്ന് ഇതന്നെ നല്ല താഴ്ചയുണ്ടായിരുന്നു. നല്ല താഴത്തോട്ട് അപ്പോൾ നോക്കാം ചെറിയ ഹൈറ്റുള്ള താഴത്തോട്ട്. ഇവിടെ നോക്കാം അത് വില്ലേജിൻ്റെ അവിടെയാണത്. പുതിയ വില്ലേജ് റോഡ്. ആ മട്ടത്തൊക്കെ വീടുണ്ടായിരുന്നു. അവിടുത്തെ വീടൊക്കെ പോയി. അവിടെ നിന്ന് കുറേ ബോഡിയെല്ലാം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് അടിച്ചതും അവിടെ അടിച്ചിട്ടാണ് പിന്നെ ആ ഭാഗത്തോട്ട് പോയിട്ടുള്ളത്. ഇതാണ് റോട്ടിൽ പോണ വഴി. നോക്കാം പാടീൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കാം. അങ്ങനെ ഇരിക്കണം.
കാറൊക്കെ ഈ കാറ് ഈ പകി മുറിച്ചാരല്ലേ അതിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായത് അത് ഞാൻ കിട്ടുന്നു. ഈ ഇതിൽ ഇറിങ്ങൊക്കെ അപ്പുറത്തുണ്ടായത് പാലം കെട്ടിയിട്ട് പൊളിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായതാ. ആ റിങ്ങൊക്കെ ഓടിക്കെത്തി.